ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. പൊതു ഇടത്തിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് കോടതി ചോദിച്ചു. പരാമർശങ്ങൾ ആവർത്തിക്കില്ലെന്ന് ഉറപ്പുവാങ്ങിയതായി അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി രേഷ്മ ബാബു കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. രേഷ്മ, ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. പൊതു ഇടത്തിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പരാമർശങ്ങൾ ആവർത്തിക്കില്ലെന്ന് ഉറപ്പുവാങ്ങിയതായി അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നിഖിൽ, അല്പസമയം മുൻപാണ് ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണന്റെ സിംഗിൾ ബെഞ്ച് ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. ഇന്ന് തന്നെ അടിയന്തര സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് അടിയന്തര സാഹചര്യം മുൻനിർത്തിക്കൊണ്ടാണ് ഈ ജാമ്യാപേക്ഷയുമായിട്ട് വന്നതെന്നുള്ളൊരു ചോദ്യമാണ് ആദ്യഘട്ടത്തിൽ മുതിർന്ന അഭിഭാഷകനോട് ഹൈക്കോടതി ഉന്നയിച്ചത്. ഇത് അതായത് കുറ്റകൃത്യങ്ങൾ ഇല്ലാത്ത ഒരു കേസ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായിട്ട് തന്നെ ഇത് പരിഗണിക്കണമെന്നുള്ള ഒരു ആവശ്യമായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ മുന്നോട്ട് വെച്ചത്. പക്ഷേ ബോബി ചെമ്മണ്ണൂർ പ്രത്യേകതകളൊന്നും ഇല്ല എന്നുള്ള ഒരു മറുപടിയായിരുന്നു ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണൻ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയത്. സാധാരണ രീതിയിൽ ഒരു ജാമ്യാപേക്ഷ വന്നു കഴിഞ്ഞാൽ 4 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് വാദം കേൾക്കുക. അതുകൊണ്ട് തന്നെ താൻ ചൊവ്വാഴ്ചത്തേക്ക് ഈ ജാമ്യഹർജി മാറ്റുന്നു എന്നുള്ള ഒരു നിലപാട് ആദ്യഘട്ടം മുതൽ തന്നെ ഹൈക്കോടതി സ്വീകരിച്ചു. ഒപ്പം തന്നെ ഒരു പരാമർശം കൂടി ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു. പൊതുവിടത്തിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ എന്നാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകനോട് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളത്. അതിന് ബോബി ചെമ്മണ്ണൂരിന്റെ അഭിഭാഷകൻ ഹൈക്കോടതി മുൻപാകെ മറുപടി നൽകിയിട്ടുള്ളത് ഇനി ഇത്തരം പരാമർശങ്ങൾ ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് നൽകുന്നു എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇനി ഇത്തരം പരാമർശങ്ങൾ ബോബി ചെമ്മണ്ണൂർ ആവർത്തിക്കില്ല എന്ന് അഭിഭാഷകൻ തന്നെ ഹൈക്കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും താൻ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതിയിൽ ബോബി ചെമ്മണ്ണൂർ ആവർത്തിച്ചിട്ടുള്ളത്. മജിസ്ട്രേറ്റിന്റെ നടപടിക്രമങ്ങളിൽ ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് 164 രഹസ്യമൊഴിയെടുത്ത മജിസ്ട്രേറ്റ് തന്നെയാണ് ഈ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. അതോടൊപ്പം തന്നെ തന്റേതായിട്ടുള്ള തെളിവുകളും ഡോക്യുമെന്റ്സും ഒന്നും തന്നെ പ്രസ്തുത മജിസ്ട്രേറ്റ് കോടതി പരിഗണിച്ചില്ല തുടങ്ങിയ വാദഗതികളും ഹൈക്കോടതിയിൽ ഇന്ന് അഭിഭാഷകൻ ഉന്നയിച്ചിരുന്നു. എന്തായാലും ഈ ജാമ്യാപേക്ഷ ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. അന്ന് പരിഗണിക്കാൻ സാധിക്കൂ എന്നുള്ള ഒരു നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചത്. സാധാരണ കേസുകൾക്ക് നൽകുന്ന പരിഗണന മാത്രമേ ഇതിനും നൽകാനാകൂ എന്നുള്ള ഒരു നിലപാട് കൂടി ഹൈക്കോടതി സ്വീകരിക്കുകയും ചെയ്തു. പ്രധാനമായിട്ടും ചില വാദഗതികൾ ഹൈക്കോടതിയിൽ ഉന്നയിച്ചിട്ടുള്ളത് അതായത് അറസ്റ്റ് നിയമപരമായിട്ടല്ല ചെയ്തിട്ടുള്ളത്. മാത്രമല്ല താൻ തെറ്റ് ചെയ്തിട്ടില്ല. പരാതിക്കാരിക്കെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപം കൂടി ഈ ബോബി ചെമ്മണ്ണൂർ ജാമ്യാപേക്ഷയിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ പരാതിക്കാരിയായിട്ടുള്ള ഹണി റോസ് പ്രസ്തുത പരാതി നൽകുന്നതിന് മുൻപ് തന്നെ സമൂഹ മാധ്യമത്തിലൂടെ അതിന്റെ വിശദാംശങ്ങൾ അടക്കം പുറത്തുവിട്ടിരുന്നു. അത് തന്നെ വേട്ടയാടുവാൻ വേണ്ടിയിട്ടായിരുന്നു. അത് കൂടാതെ തന്നെ മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ നൽകുകയും ചെയ്തു. അതും തന്നെ വേട്ടയാടുവാൻ വേണ്ടിയിട്ടാണെന്നാണ് ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയെ ബോധിപ്പിച്ചിട്ടുള്ളത്. അതുകൂടാതെ ഈ മജിസ്ട്രേറ്റ് കോടതി തന്റേതായിട്ടുള്ള വാദമുഖങ്ങൾ അതിന് മുഖവിലക്കെടുത്തില്ല. അതിന്റെ കീഴ്വഴക്കങ്ങളിലും വിട്ടുവീഴ്ച ചെയ്തു. അതോടൊപ്പം തന്നെ ഈ പരാതിക്കാരിയുമായിട്ട് തനിക്ക് പതിറ്റാണ്ടുകളായിട്ട് ബന്ധമുണ്ട്, അവരുമായിട്ട് നല്ല സൗഹൃദമുണ്ട്, ബന്ധമുണ്ട്. തന്റെ 3 ഷോപ്പുകളുടെ ഉദ്ഘാടനം ഹണി റോസ് തന്നെയാണ് നിർവഹിച്ചത്. പക്ഷേ ഈ പരാതിയുമായിട്ട് രംഗത്ത് വന്നത് പിന്നീടാണ്. ഈ പരാതി നൽകിയതിന് ശേഷം സമൂഹ മാധ്യമത്തിലൂടെ തന്നെ അധിക്ഷേപിക്കാനുള്ള ഒരു ശ്രമങ്ങളും നീക്കങ്ങളും ഉണ്ടായി. അതുകൊണ്ട് തന്നെ നിലവിൽ ഈ കസ്റ്റഡിയിൽ അല്ലെങ്കിൽ റിമാൻഡിൽ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകിയിട്ടുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ റിമാൻഡിൽ തുടരേണ്ടതില്ല. ഒപ്പം തന്നെ ജാമ്യം നൽകണം. താൻ അന്വേഷണമായിട്ട് സഹകരിക്കുന്നുണ്ട്. 24 മണിക്കൂറിൽ കൂടുതൽ അധികം തന്നെ കസ്റ്റഡിയിൽ പോലീസ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്ക് ജാമ്യം നൽകണമെന്നുള്ള ഒരു ആവശ്യം തന്നെയായിരുന്നു ബോബി ചെമ്മണ്ണൂർ ഹൈക്കോടതിയിൽ നൽകിയ ജാമ്യാപേക്ഷയിൽ വാദമായിട്ട് ഉന്നയിച്ചിരുന്നത്. എന്തായാലും ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ചൊവ്വാഴ്ച പരിഗണിക്കാനായിട്ട് മാറ്റിയിരിക്കുകയാണ്. മറ്റ് സാധാരണ കേസുകൾ പോലെ തന്നെ പരിഗണിക്കാൻ സാധിക്കൂ എന്നുള്ള ഒരു നിലപാടാണ് സിംഗിൾ ബെഞ്ച് സ്വീകരിച്ചത്. അതോടൊപ്പം തന്നെ ഒരു പരാമർശം കൂടി ഹൈക്കോടതി നടത്തിയിരിക്കുന്നു. പൊതുവിടത്തിൽ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ പരാമർശം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടേ എന്നാണ് ജസ്റ്റിസ് പി.വി. കുഞ്ഞികൃഷ്ണൻ ഈ ജാമ്യാപേക്ഷ പരിഗണനയ്ക്ക് വന്ന സമയത്ത് പറഞ്ഞത്. നിഖിൽ. ശരി രേഷ്മ, ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. പൊതുവിടത്തിൽ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് കോടതി ചോദിച്ചിട്ടുണ്ട്. പരാമർശങ്ങൾ ആവർത്തിക്കില്ലെന്ന് ഉറപ്പുവാങ്ങിയതായി അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. സാധാരണ കേസ് പോലെ തന്നെ ചൊവ്വാഴ്ച കേസ് പരിഗണിക്കാം എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് രേഷ്മ ബാബു.